വിവരസാങ്കേതിക രംഗത്തെ മേൽക്കോയ്മ ഉപയോഗിച്ച് ഇസ്രയേലും അവരുടെ ചാരസംഘടനയായ മൊസാദ് നടത്തിയിരുന്ന അപ്രതീക്ഷിത നീക്കങ്ങളായിരുന്നു പലതവണ ഇറാനെ പിടിച്ചുകുലുക്കിയത്. അമേരിക്കൻ ചാരസംഘടന CIA-യുടെ ഇടപെടലുകളും ഇതിനു ബലമേകി. എന്നാൽ ഇപ്പോൾ കളി മാറുകയാണ്. അതിന്റെ സൂചനകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്നത്. ഇറാൻ അനുകൂല ഹാക്കിംഗ് ഗ്രൂപ്പായ ഹൻഡാല നടത്തുന്ന വൻ ആക്രമണങ്ങളിൽ പകയ്ക്കുകയാണ് മൊസാദും CIA-യും എന്നാണ് റിപ്പോർട്ടുകൾ. FBI ഡയറക്ടറുടെ സ്വകാര്യ ഇമെയിൽ അക്കൗണ്ട് വരെ ഹാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഹൻഡാല വളർന്നത് എങ്ങനെയാണ്? ദീർഘകാലമെടുത്ത് ഇറാനിൽ മൊസാദ് കെട്ടിപ്പടുത്ത രഹസ്യ ശൃംഖലകൾ ഓരോന്നായി തകർക്കുന്നത് എങ്ങനെയാണ്? ഇറാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഹാക്കിംഗ് ഗ്രൂപ്പായ ഹൻഡാല 2023 അവസാനമാണ് ആദ്യമായി സാന്നിധ്യം അറിയിച്ചത്. US ഇസ്രായേലി സംഘടനകൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന ഹൻഡാല ആദ്യകാലത്ത് അത്ര സജീവമല്ലായിരുന്നെങ്കിലും അടുത്തിടെയായി ശത്രുരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനം മാറിയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സംയുക്താക്രമണത്തിൽ ആദ്യം പകച്ച ഇറാന് ഹാക്കിംഗ് ടീം ഉണ്ടാക്കിക്കൊടുത്ത നേട്ടങ്ങൾ ചെറുതല്ല. മൊസാദ് ഇറാനിൽ പടുത്തുയർത്തിയിരിക്കുന്ന രഹസ്യ ശൃംഖലയായിരുന്നു ഇറാന് ഏറ്റവും വലിയ വെല്ലുവിളി. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയുടെ ജീവനെടുത്തതുപോലും രാജ്യത്തു നിന്നുള്ള കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നത് ഇറാനെ ഞെട്ടിച്ചിരുന്നു. ഭരണതലത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവർ മുതൽ വീട്ടുജോലിക്കാർ വരെ മൊസാദിന് വേണ്ടി പണിയെടുക്കുന്നുവെന്ന തിരിച്ചറിവ് അവരെ ആകെ ഉലച്ചു. പുറത്തെ പോരാട്ടത്തിനൊപ്പം തന്നെ സ്വന്തം രാജ്യത്തെ മൊസാദിന്റെ ശൃംഖലകളെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമം ഊർജിതമാക്കിയ ഇറാൻ അതിൽ ഒരു പരിധിവരെ വിജയം കണ്ടതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ നഗരങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ നടത്താൻ മൊസാദ് സജ്ജമാക്കിയിരുന്ന അത്യാധുനിക ആയുധങ്ങളും IEDകളും ഇറാൻ കണ്ടെടുത്തു. ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന നിരവധി പേരെ പിടികൂടി. ഒറ്റുകാരോട് വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച് അതിൽ ചിലർക്ക് വധശിക്ഷ തന്നെ നടപ്പാക്കി. ഇറാന്റെ ആണവ രഹസ്യങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ വൻ പ്രതിഫലത്തിന് പുതിയ ചാരന്മാരെ തേടിയിരുന്ന മൊസാദിന് ഇത് കനത്ത ആഘാതമായി. ഖുർദിഷ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് മൊസാദ് ആസൂത്രണം ചെയ്ത കടന്നുകയറ്റ പദ്ധതിയുടെ വിവരം ചോർത്തിയെടുക്കാനും അത് പൊളിക്കാനും ഇറാന് കഴിഞ്ഞു. ഇറാഖ് അതിർത്തി വഴി ഇറാനിലേക്ക് സായുധ സംഘങ്ങളെ അയക്കുന്ന പദ്ധതി നടപ്പായിരുന്നെങ്കിൽ ഇറാന്റെ ചെറുത്തുനിൽപ്പിന് അധികം ആയുസ്സുണ്ടാവുമായിരുന്നില്ല. ഇതിനു പുറമെ ശത്രുരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഹൻഡാല ടീം നടത്തുന്ന സൈബർ ആക്രമണങ്ങളും ഏറെ വർദ്ധിച്ചു. മൊസാദിന്റെ മുൻ തലവൻ തമീർ പാർഡോയുടെ ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടത് ഇസ്രായേൽ സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ്, മുൻ മന്ത്രി ഐലറ്റ് ഷാക്കറ്റ്, നെതന്യാഹുവിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് നാച്ചി ബ്രാവർമാൻ എന്നിവരുടെ വ്യക്തിഗത വിവരങ്ങളും ചോർത്തപ്പെട്ടു. ഇസ്രായേലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ നിരന്തരമായ ഡിജിറ്റൽ നിരീക്ഷണത്തിന് കീഴിലാണെന്നാണ് വിവരം. ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെയും സൈബർ ആക്രമണത്തിലൂടെ ഹൻഡാല ടീം ഞെട്ടിച്ചു. അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ FBI-യുടെ ഡയറക്ടർ കാഷ് പട്ടേലിന്റെ ഇമെയിലുകൾ ഹാക്ക് ചെയ്തതായിരുന്നു ഇതിൽ പ്രധാനം. ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണ് എന്ന അടിക്കുറിപ്പോടെ ഹൻഡാലയുടെ വെബ്സൈറ്റിൽ പട്ടേലിന്റെ റെസ്യൂമെയും അദ്ദേഹത്തിന്റെ ഫോട്ടോകളും അവർ പങ്കുവച്ചപ്പോൾ ഇറാന്റെ സൈബർ ശേഷിയിൽ ലോകം ഞെട്ടി. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനിയായ സ്ട്രൈക്കർ കോർപ്പറേഷനെതിരെ കഴിഞ്ഞ മാസം നടന്ന സൈബർ ആക്രമണവും എടുത്തു പറയേണ്ടതാണ്. ഹൻഡാല ഗ്രൂപ്പിലെ അംഗങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് FBI $10 മില്യൺ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഹൻഡാലയെ പോലെ മറ്റു ചില സൈബർ സംഘങ്ങളും ഇറാനും പലസ്തീനും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സൈബർ ശേഷി സംബന്ധിച്ച് പല കാര്യങ്ങളും അവർ പെരുപ്പിച്ചു കാട്ടുകയാണെന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് ചോർത്തിയെടുക്കുന്ന വിവരങ്ങളാണ് ഇതിൽ പലതുമെന്നും ഇവർ വാദിക്കുന്നു. ഇസ്രായേലിന്റെ വൈദ്യുതി ഗ്രിഡിലെ തന്ത്രപ്രധാന വിവരങ്ങൾ കരസ്ഥമാക്കിയെന്നതടക്കം വ്യാജ പ്രചരണങ്ങളുടെ ഇറാന്റെ സൈബർ ശക്തിയുടെ വ്യാപ്തിയെക്കുറിച്ച് അനാവശ്യ ഭയം വിതയ്ക്കുകയായിരുന്നുവെന്നും എതിരാളികൾ പറയുന്നു. എന്നാൽ പരസ്പരമുള്ള ഇത്തരം അവകാശവാദങ്ങൾക്കപ്പുറം ചില യാഥാർത്ഥ്യങ്ങൾ ഇക്കുറി ഉണ്ടെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി നിഴൽയുദ്ധം തുടരുന്ന പശ്ചിമേഷ്യയിൽ അജയശക്തിയായി കരുതിയിരുന്ന മൊസാദിന്റെ നീക്കങ്ങൾ പാളുന്നത് ചെറുതായി കാണാനാകില്ല. അവരുടെ ഡിജിറ്റൽ മേൽക്കോയ്മയ്ക്കുണ്ടാകുന്ന വെല്ലുവിളികൾ ചാരയുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.